ഹലോ ഗൈസ്, അങ്ങനെ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മക്കളെ എല്ലാവരെയും കുത്തിപ്പൊക്കി എണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സ്കൂളിൽ വിടണ്ടേ, പ്രവേശനോത്സവം. ഒരു രക്ഷയില്ലായിരുന്നു, എല്ലാവരും തിരിഞ്ഞു മറിഞ്ഞും എല്ലാം കിടന്നുറങ്ങുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം 3 പേര് ഏറ്റു വന്ന് പല്ല് തേക്കാൻ തുടങ്ങി. അവിടെ 1 അരമണിക്കൂർ കളയും. ആടി തൂങ്ങി നിന്ന് പല്ല് തേക്കുമായിരുന്നു. ഇന്ന് നമുക്ക് രാവിലെ ദോശയും ചമ്മന്തിയാണ്. അല്ലൂസിന് ദോശ തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് അല്ലുവിനൊരു മുയലുണ്ടാക്കി കൊടുത്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. തപ്പുന് ദോശ ഇഷ്ടമാണ്, പക്ഷെ കട്ടി കുറച്ച് തപ്പുന് ദോശ വേണം. തപ്പൂസിന് അങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ സഫ്രൂട്ടന് സൂര്യൻ മതി, പിന്നെ ഞാനൊരു സൂര്യനെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ 3 പേരും ഫുഡ് കഴിച്ചു. നമുക്ക് തപ്പൂന് സ്കൂൾ ബസ് വരും, അപ്പോൾ രാവിലെ അവളെ ബസ്സെ കയറ്റി വിട്ടാൽ മതി. അപ്പോൾ ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ അവളെ കുളിപ്പിച്ച് മുടിയെല്ലാം ഈരി കൊടുക്കുമായിരുന്നു. അങ്ങനെ മുടിയെല്ലാം ഈരി കെട്ടി. അത് കഴിഞ്ഞപ്പോൾ അക്കി ഇറങ്ങുവാന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത്രയും ദിവസം കളിച്ചൊന്നിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അക്കി ഇറങ്ങുവാന്ന് പറഞ്ഞപ്പം 2 പേർക്കും ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അക്കീനെ യാത്രയാക്കാൻ. ഞാൻ പിന്നെ അവളെ ഉടനെ മണ്ടയിൽ കയറ്റി വിടാനായിട്ട് പോയി നിന്നു. അപ്പം തന്നെ നമ്മുടെ സ്കൂൾ ബസ് വന്നു. അങ്ങനെ എനിക്ക് ടാറ്റയൊക്കെ തന്ന് നമ്മുടെ തപ്പുപെണ്ണ് പോയിട്ടുണ്ട്. ഇനി നേരെ ഞാൻ വീട്ടിൽ ചെന്ന് ബാക്കി 2 പേരെ റെഡിയാക്കി ഇവരെ നമുക്ക് സ്കൂളിൽ കൊണ്ടേ വിടണം. അന്ന് പ്രവേശനോത്സവം. അല്ലുവിനെ UKG-യിലേക്കും സഫ്രുവിനെ 2-ലേക്ക് നമുക്ക് ക്ലാസ്സിലൊക്കെ കയറ്റി ഇരുത്തി പിള്ളേർക്കും ടീച്ചർമാർക്കൊക്കെ ഒന്ന് പരിചയപ്പെടാനൊരു അവസരമൊക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലേക്ക് പോയപ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രാവശ്യം താമസിച്ചാണ് പോയത്, അല്ലെങ്കിൽ ഞങ്ങളായിരിക്കും നേരത്തെ ചെല്ലുന്നത്. ഈ പ്രാവശ്യം താമസിച്ചാണ് ചെന്നത്. അപ്പോഴേ ഒരുപാട് പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറേ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് കഴിക്കാൻ ലഡു കിട്ടി. പിന്നെ UKG-യിലേക്ക് പിള്ളേരെ ഇരുത്താനായിട്ട് ഇതേ അല്ലൂസ് അവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് എന്നെ നോക്കിക്കൊണ്ട്. അപ്പം ബലൂണും ചെറിയ സമ്മാനപ്പൊതിയൊക്കെ എടുത്ത് പിള്ളേരെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് മുകളിൽ സഫ്രൂട്ടൻ്റെ ക്ലാസ്, താഴെ അല്ലുവിൻ്റെ ക്ലാസ്സുമാണ് വരുന്നത്. അപ്പോൾ ക്ലാസ്സിലൊക്കെ പിള്ളേരെ കൊണ്ട് ഇരുത്തി. പിന്നെ ഞങ്ങളൊരു ഓട്ടോയിൽ പോന്നു. അപ്പോൾ തപ്പൂസ് ബസ്സുള്ളതുകൊണ്ട് അവൾ ഉച്ചയ്ക്ക് തന്നെ, ഞങ്ങൾ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും എത്തി. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. നാളെ തൊട്ട് ഇനി രാവിലെയുള്ള യുദ്ധം തുടങ്ങുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.